മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ മാസം 23 വരെ കസ്റ്റഡിയിൽ തുടരും. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ ചേർന്നു. ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി വീണ്ടും മാറ്റിയിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, വിവരങ്ങൾ? അറസ്റ്റ് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ്, ആ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വാദിച്ചു. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ ECIRൽ പോലും അദ്ദേഹത്തിന്റെ പേരില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കോടതി വിധി ഈ ഗൂഢാലോചനയുടെ എല്ലാം സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതും അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ളതുമാണ്. അടിയന്തരമായിട്ട് ഈ ഹർജി കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച തന്നെ ഹർജിയിൽ വാദം കേട്ട് തീരുമാനം കൈക്കൊള്ളണം വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എന്നുള്ളതാണ് അഭിഷേക് സിംഗ്വി ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി അതിന് വഴങ്ങിയില്ല. കോടതി പറഞ്ഞത് ഇത് ഏതെങ്കിലും വിധത്തിലൊരു ജാമ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങളോ ഉന്നയിച്ചുകൊണ്ട് വന്ന ഒന്നല്ല, ഒരു ഹൈക്കോടതി വിധിക്ക് എതിരെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന് പ്രഖ്യാപിക്കാനായി എത്തിയ ഹർജിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹർജി എതിർകക്ഷികൾക്ക് മറുപടി നൽകാനായിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ED അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചു. അവർക്ക് മറുപടി നൽകാനായിട്ടുള്ള സാവകാശം നൽകിക്കൊണ്ട് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി അത് നീട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്നില്ല, മറിച്ച് വെർച്വലായിട്ടാണ് അദ്ദേഹത്തെ ഹാജരാക്കിയത്. അരവിന്ദ് കെജ്രിവാൾ തന്റെ ഇങ്ങനെ നീണ്ടുപോകുന്ന വിചാരണ തടവുകാരനായി നീണ്ടുപോകുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹം അറിയിച്ചു. പ്രത്യേകിച്ച് താൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതടക്കമുള്ളവ അദ്ദേഹം പറയാൻ നോക്കി. പക്ഷേ അത് കോടതി ആ രീതിയിലേക്കുള്ള വാദങ്ങളിലേക്ക് കടക്കാൻ തയ്യാറായില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി ഡൽഹി ഹൈക്കോടതി. ഈ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച സുപ്രീം കോടതിയിലെ ഹർജി വാദം കേൾക്കാൻ പിന്നീട് മാറ്റി. സംഭവത്തിൽ EDയോട് വിശദീകരണം തേടുകയും റിപ്പോർട്ട് സമർപ്പിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.